വളരെ സാധാരണയായി ഒരുപാട് ആളുകളിൽ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് ബാക്ക് പെയിൻ. മികച്ച ചികിത്സയോടൊപ്പം മികച്ച രീതിയിലുള്ള വ്യായാമവും നമുക്ക് ബാക്ക് പെയിനെ നിയന്ത്രിക്കുവാനും ഭേദപ്പെടുത്തുവാനും കഴിയും. ഏതൊക്കെയാണ് ആ എക്സർസൈസ് എന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ എക്സർസൈസ്, മാറ്റിൽ നമ്മൾ ബാക്ക് വെച്ച് കിടക്കുക. സ്ട്രൈറ്റിൽ ഫുൾ റെസ്റ്റിൽ ബാക്ക്, കാല് കുത്തി വെച്ച് കിടക്കുക. ദെൻ കൈ നിലത്ത് റെസ്റ്റ് ചെയ്യുക. നമ്മുടെ ലോവർ ബാക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് 1, then 2, 3, like this, 4. കൈ ഇവിടുന്ന് മൂവ് ചെയ്യരുത്, നമ്മുടെ ചെസ്റ്റ് മുകളിലേക്ക് തന്നെ ആവാൻ ശ്രദ്ധിക്കുക. ഈ വ്യായാമം നമുക്ക് പറ്റുന്ന പോലെ 10 മുതൽ 20 തവണ നമുക്ക് ആവർത്തിക്കാം. വളരെ സ്ലോ ആയി ചെയ്താൽ മതി. ഫസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റ് തോന്നും, പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാവധാനം നമുക്ക് കൂടുതൽ നമ്മളെ ഹിപ്പിനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്. ഓക്കെ, രണ്ടാമത്തെ എക്സർസൈസ്. നോർമലി നമ്മുടെ ബാക്ക് പെയിൻ നമ്മുടെ ബാക്കിലെ ടെൻഷനെ റിലീവ് ചെയ്യിക്കുകയാണ്. മസിൽസിൻ്റെ ആ ഒരു ടെൻഷനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസാണ് നോർമലി നമ്മൾ ബാക്ക് പെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ എക്സർസൈസ്, ഗ്രൗണ്ടിൽ നമ്മൾ മലർന്ന് കിടക്കുക. ഫസ്റ്റ് നമ്മുടെ ഒരു ലെഗ് ഇതേ ഇവിടെ ഹോൾഡ് ചെയ്യുക, ലൈക്ക് ദിസ്. ദെൻ നമ്മുടെ കാല് ഇവിടെ പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ പിടിക്കുക. മെല്ലെ മുകളിലേക്ക് പ്രസ് ചെയ്യുക, ലൈക്ക് ദിസ്. ഒരു 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ദെൻ ലൈക്ക് ദിസ്. നമ്മൾ തൈസിൻ്റെ പുറകിൽ ഹോൾഡ് ചെയ്യുക, ഇവിടെ ഹോൾഡ് ചെയ്ത് വളരെ സാവധാനം മുകളിലേക്ക് പ്രസ് ചെയ്യുക. 2. ഓക്കെ, അഗെയിൻ ചെയ്യുക. നമ്മുടെ തൈസിൻ്റെ ഇവിടെ ടൈറ്റ് ചെയ്ത് മുകളിലേക്ക്. 3. നമ്മുടെ ബാക്ക് ഫുള്ളായിട്ട് ഗ്രൗണ്ടിൽ റെസ്റ്റിൽ ആവുന്ന പൊസിഷനാണിത്. ഓക്കെ, 10 മുതൽ 20 തവണ. ഓരോ തവണയും നമ്മൾ ചെയ്യുമ്പോൾ 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഓക്കെ, പ്രധാനപ്പെട്ട മൂന്നാമത്തെ എക്സർസൈസ്, ഒരു കാല് ഉയർത്തുക. ഇവിടെ സപ്പോർട്ട് ചെയ്ത ശേഷം മുകളിലേക്ക്, ലൈക്ക് ദിസ്. 1, മുകളിലേക്ക്. ദെൻ നെക്സ്റ്റ്. ഓക്കെ, then again 3. ഓരോ തവണയും നമ്മൾ 10 മുതൽ 20 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. then like this. ഇതുപോലെ 10 മുതൽ 20 തവണ ഇത് ആവർത്തിക്കുക. നാലാമത്തെ എക്സർസൈസ്, സെയിം. നമ്മൾ ഗ്രൗണ്ടിൽ കിടക്കുക. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പിനെ മുമ്പിലേക്കും പുറകിലേക്കും മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൈ നമ്മുടെ ഹിപ്പിൽ റെസ്റ്റ് ചെയ്യുക. ഹിപ്പിൽ റെസ്റ്റ് ചെയ്ത ശേഷം നമ്മുടെ ബാക്ക് ഒന്ന് സ്ലൈറ്റായിട്ട് റൈസ് ചെയ്യുക, ലൈക്ക് ദിസ്. 1, 2, 3, 4, 5, 6, 7, 8, 9,
ഇതിൽ അഞ്ചാമത്തെ എക്സർസൈസ്, മലർന്ന് കിടക്കുക, കാല് രണ്ടും നിലത്ത് കുത്തിവെച്ച രീതിയിൽ കിടന്ന് കൈ നിലത്ത് സപ്പോർട്ട് ചെയ്ത് മെല്ലെ പതിയെ നമ്മുടെ ഹിപ്പ് റൈസ് ചെയ്യും, ലൈക്ക് ദിസ്. നമ്മുടെ ബോഡിയും നമ്മുടെ മുട്ടുകാലും സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുക. ഒരു 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാം, ലൈക്ക് ദിസ്. ഹോൾഡ് ഇറ്റ്, സ്ലോ ഡൗൺ. 1, 2, 3. കൈ നിലത്ത് വെക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് 3, 4, ഓക്കെ, 5, ഓക്കെ. ഇങ്ങനെ 10 മുതൽ 20 തവണ നമുക്കിത് ആവർത്തിക്കാം. ഇനി 6ാമത്തെ എക്സർസൈസ്, നമ്മൾ അതിന് ബേർഡ് ഡോഗ് എക്സർസൈസ് എന്ന് പറയും. ശരിക്കും ശ്രദ്ധിക്കുക. കൈ കുത്തി ഇതുപോലെ, ഓക്കെ. ദെൻ ഓപ്പോസിറ്റ് കൈയും കാലും, ലെഗും ഹാൻഡ് നമ്മൾ റൈസ് ചെയ്യുക, ലൈക്ക് ദിസ്. 1, ഓക്കെ. ദെൻ 2, ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് കാലും, ഓക്കെ. 2, 3. 5 സെക്കൻഡ് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. 5 സെക്കൻഡ്, 3 സെക്കൻഡ് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ 10 മുതൽ 20 വരെ നമുക്ക് ഇത് ആവർത്തിക്കാം. അപ്പോൾ ഇതുപോലെ ഈ 6 എക്സർസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്രത്യേകം നമ്മൾ ഇതുപോലുള്ള എക്സർസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് പെയിനിൻ്റെ കാരണം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കണം. ഒരു ഡോക്ടറുമായി നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാവും നന്നാവുക. നമുക്ക് നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് വേദന കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എക്സർസൈസുകൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, അത് വെയിറ്റ് കുറഞ്ഞ ആളുകൾക്കും നല്ല ഭാരമുള്ള ആളുകൾക്കും വളരെ സിമ്പിളായി വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന 6 തരം എക്സർസൈസുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.